ഹലോ ചിൽഡ്രൻ, ഇന്ന് നമുക്ക് നിങ്ങൾ മാത്സിൽ ടേം വൈസ് സിലബസും പിന്നെ റെഡ്യൂസ്ഡ് പോർഷൻസും നോക്കാം. ഇപ്പോൾ ടേം 1 ഏതൊക്കെ ചാപ്റ്ററാണ് വരാൻ പോകുന്നത്? ദാറ്റ് ഈസ് യുവർ ചാപ്റ്റർ നമ്പർ 1 റിയൽ നമ്പേഴ്സ്, ചാപ്റ്റർ നമ്പർ 2 പോളിനോമിയൽസ്, ചാപ്റ്റർ നമ്പർ 3 പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്, ചാപ്റ്റർ നമ്പർ 6 ട്രയാങ്കിൾസ്, chapter number 7 coordinate geometry, chapter number 8 introduction to trigonometry, chapter number 12 areas related to circles, and chapter number 15 that is probability. ഇനി ഇതിൻ്റെ മാർക്കിംഗ് എത്രയാണെന്ന് നോക്കാം. നമുക്ക് റിയൽ നമ്പേഴ്സ് ഇസ് ഗോയിങ് ടു കം ഫോർ 6 മാർക്സ്. ഓക്കെ, ഈ പോളിനോമിയൽസ് ആൻഡ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ദീസ് ടു ടുഗെദർ ആർ ഗോയിങ് ടു കം ഫോർ 10 മാർക്സ്. Then your triangles is going to come for 6 marks, coordinate geometry going to come for 6 marks, introduction to trigonometry is for 5 marks, and areas related to circles is for 4 marks, and your probability is for 3 marks. So total it comes out to 40 marks. അപ്പോൾ നിങ്ങൾ MCQ questions ആയിരിക്കും ടേം 1 for 40 marks. You will have 1.5 hours time to solve that. ആൻഡ് റിമൈനിങ് 10 മാർക്സ് വന്ന് നിങ്ങളുടെ ഇൻറ്റേർണൽ അസസ്മെൻറ്റിൽ നിന്ന് കിട്ടും. ടേം 2ൻ്റെ നോക്കുകയാണെങ്കിൽ യു ഹാവ് ചാപ്റ്റർ നമ്പർ 4 ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, ചാപ്റ്റർ നമ്പർ 5 അരിത്മെറ്റിക് പ്രോഗ്രഷൻ, ചാപ്റ്റർ നമ്പർ 9 സം ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗ്നോമെട്രി, ചാപ്റ്റർ നമ്പർ 10 ദറ്റ് ഇസ് സർക്കിൾസ്, chapter 11 constructions, chapter 13 surface areas and volumes, and chapter 14 statistics. ഇവരുടെ മാർക്കിംഗ് സ്കീം എങ്ങനെ ആയിരിക്കും? യുവർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഇസ് ഗോയിങ് ടു കം ഫോർ 10 മാർക്സ് ആൻഡ് അരിത്മെറ്റിക് പ്രോഗ്രഷൻ ബോത്ത്. ഓക്കെ, ദിസ് ബോത്ത് ടുഗെദർ ആൽജിബ്രൻ്റെ പോർഷൻ ആണ്, 10 മാർക്സിന് വരും. സം ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗ്നോമെട്രി ദാറ്റ് ഈസ് ഗോയിങ് ടു കം ഫോർ 9 മാർക്സ്. And you have circles and constructions. ഇത് both geometry ൻ്റെ portion ആണ്. They both together are going to come for 7 marks. And then you have surface areas and volumes coming for 6 marks. And you have statistics coming for 8 marks. Okay, അപ്പോൾ ഇതായിരിക്കും നിങ്ങളുടെ മാർക്കിംഗ് സ്കീം. അഗെയിൻ ദിസ് ഈസ് ഗോയിങ് ടു ബി ഫോർ 40 മാർക്സ്. ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആയിരിക്കും. അപ്പം ഇതിലും 10 മാർക്സ് ഇൻറ്റർണൽ മാർക്കിൻ്റെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻറ്റർണൽ മാർക്ക് എങ്ങനെയാണ് കിട്ടുന്നത് അതൊന്നും നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ട. ടീച്ചേഴ്സ് പറയുന്ന എല്ലാ കാര്യവും കൃത്യമായിട്ട് ചെയ്യാം. ക്ലാസ് ടൈമിലും ടീച്ചേഴ്സ് എന്തെങ്കിലും റെസ്പോൺസ് ചോദിക്കുകയാണെങ്കിൽ ബി വെരി റെസ്പോൺസീവ്. ഓക്കെ, നല്ല റെസ്പോൺസ് കൊടുക്കുന്നതിനൊക്കെ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതാണ്. അപ്പം ക്ലാസ് ടൈമിൽ ടീച്ചർ നിങ്ങളോട് ഓഡിയോ ഓൺ ചെയ്യാൻ പറയും അല്ലെങ്കിൽ വീഡിയോ ഓൺ ചെയ്യാൻ പറയും. ബി വെരി അലേർട്ട്, അതിനൊക്കെ നിങ്ങൾക്ക് മാർക്കാണ്. ഓക്കെ, അപ്പോൾ ടീച്ചേഴ്സിനും പിന്നെ ഒരു നിസ്സഹായ അവസ്ഥയാണ്. നിങ്ങൾ അങ്ങനെ ഒന്നും റെസ്പോൺസ് ചെയ്യാതെ ആ ഓപ്ഷനിൽ ഫുൾ മാർക്ക് കൊടുക്കാനുള്ള ഒരു ചോയ്സ് ടീച്ചേഴ്സിനും ഉണ്ടാവില്ല. അപ്പോൾ ബി വെരി അറ്റൻറ്റീവ് ഇൻ ക്ലാസ്. എവറി അസൈൻമെൻറ്റ്, എവറി ടെസ്റ്റ് ടേക്ക് ഇറ്റ് സീരിയസ്ലി. അതൊക്കെ ആയിരിക്കും നിങ്ങൾ ഫൈനലി 10 മാർക്സിലേക്ക് പൂലപ്പ് ആവുന്നത്. And then your final this 50 marks term 1, 50 marks term 2 will be final 100 മാർക്സിലേക്കാണ് അത് ടേക്ക് ഔട്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ റിഡ്യൂസ്ഡ് സിലബസ് നോക്കാം. നല്ല കാര്യമായിട്ട് റിഡക്ഷൻ ഉണ്ട് മാത്സിൽ. അപ്പോൾ നമുക്ക് ചാപ്റ്റർ വൈസ് നോക്കാം. ചാപ്റ്റർ 1 മുതൽ തുടങ്ങാം. So I recommend all of you take your textbook and along with the video do the marking in your textbook and keep. Okay, നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് റിയൽ നമ്പേഴ്സ്. റിയൽ നമ്പേഴ്സ് തന്നെ തുടങ്ങുന്നത് യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മൻ്റെ ഡിലീഷനിലൂടെയാണ്. അപ്പോൾ ഈ റിയൽ നമ്പേഴ്സിൽ യൂക്ലിഡ്സ് ആൽഗോറിതം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ബട്ട് ദെൻ ആ ഡിവിഷൻ ലെമ്മ ഇല്ലേ, അത് ഡിലീറ്റഡ് ആണ്. ദാറ്റ് മീൻസ് യുവർ എക്സാമ്പിൾ 2 ആൻഡ് എക്സാമ്പിൾ 3 യു നീഡ് നോട്ട് സ്റ്റഡി, ഇറ്റ്സ് ഡിലീറ്റഡ്. പിന്നെ എക്സസൈസ് 1.1 ദിസ് ക്വസ്റ്റ്യൻ നമ്പർ 2 യു നീഡ് നോട്ട് സ്റ്റഡി, ക്വസ്റ്റ്യൻ നമ്പർ 3 പഠിക്കണം. 4ഉം 5ഉം വേണ്ട. ദീസ് 3 ക്വസ്റ്റ്യൻസ് ആർ ഡിലീറ്റഡ്. പിന്നെ റെസ്റ്റ് ഓഫ് ദ ചാപ്റ്റർ എല്ലാം പഠിക്കാനുണ്ട്. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം, പോളിനോമിയൽസ്. നിങ്ങൾക്ക് എക്സസൈസ് 2.1ഉം 2.2ഉം ഉണ്ട്. ഈ ടോപ്പിക്കിലെ ഡിവിഷൻ ആൽഗോറിതം ഓഫ് പോളിനോമിയൽസ്, ആ ടോപ്പിക്കാണ് ഡിലീറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അണ്ടറിൽ വരുന്ന എക്സാമ്പിൾ 8 and 9 നിങ്ങൾ പഠിക്കേണ്ട. പിന്നെ നിങ്ങൾ ഈ എക്സസൈസ് 2.3 ഫുള്ളി ഒമിറ്റഡ് ആണ്. ഓക്കെ, അത് ഫുള്ളി ഡിലീറ്റഡ് ആണ്. ഇനി നെക്സ്റ്റ് ചാപ്റ്ററാണ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. ഇതിൽ നിങ്ങൾക്ക് വാല്യൂസ് ഫൈൻഡ് ചെയ്യാൻ കുറേ മെത്തേഡ്സ് പഠിപ്പിക്കുന്നുണ്ട്. ലൈക്ക് ഗ്രാഫിക്കൽ മെത്തേഡ് ഇസ് ദെയർ, ദെൻ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്, എലിമിനേഷൻ മെത്തേഡ്, പിന്നെ ഒരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡും ഉണ്ട്. ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡാണ് നിങ്ങൾക്ക് ഒമിറ്റഡ് ആയിട്ടുള്ളത്. ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്തേണ്ട ആവശ്യമില്ല.
അപ്പോൾ ഈ എക്സസൈസ് 3.5 ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ യു ക്യാൻ സ്കിപ്പ് ദാറ്റ്. Let us see the next chapter, that is quadratic equations. Quadratic equationsilokka അവർ എന്താ പറയുന്നത് അറിയോ, any question which situation based question or word problems നമ്മൾ പറയില്ലേ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് omitted ആണ്. അപ്പോൾ നിങ്ങളുടെ എക്സാമ്പിൾസിൽ നോക്കുമ്പം ഈ എക്സാമ്പിൾ 1 omitted ആണ്. ഓക്കെ, ഇങ്ങനത്തെ ഒരു വേർഡ് പ്രോബ്ലംനെ നിങ്ങൾ ഇക്വേഷനിലേക്കാക്കി മാറ്റാൻ പറയുന്നത്, അത് omitted ആണ്. എക്സസൈസ് 4.1 നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രമുണ്ട്, ബാക്കി ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻസിൻ്റെ കുറേ പാർട്സ് ഉണ്ട്, അതൊക്കെ ഡിലീറ്റഡ് ആണ് ബിക്കോസ് ദേ ആർ ഓൾ വേർഡ് പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അതേപോലെ നിങ്ങൾ ഈ എക്സാമ്പിൾ 6 നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, വേർഡ് പ്രോബ്ലം ആണ്. ആൻഡ് എക്സസൈസ് 4.2 നോക്കുകയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ 1 മാത്രമേ ഉള്ളൂ, ക്വസ്റ്റ്യൻ 2 ഓൺവേർഡ്സ് എവറിത്തിങ് ഈസ് ഡിലീറ്റഡ്. ഓക്കെ, നിങ്ങൾക്ക് പിന്നെ വരുന്ന ടോപ്പിക്കാണ് സൊല്യൂഷൻ ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ബൈ കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ്. ആ മെത്തേഡും നിങ്ങൾക്ക് ഡിലീറ്റഡ് ആണ്. കംപ്ലീറ്റിംഗ് ദ സ്ക്വയർ മെത്തേഡ് ഇനി നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് അതിൻ്റെ ബേസ്ഡ് ആയിട്ട് വരുന്ന ഒരു എക്സാമ്പിൾ ആൻഡ് എക്സാമ്പിൾ 11, സോ യു ക്യാൻ സ്കിപ്പ് ദാറ്റ്. എക്സാമ്പിൾ 12 ഓൾസോ യു ക്യാൻ സ്കിപ്പ്, ആൻഡ് ഓൾസോ എക്സാമ്പിൾ 15. ഇനി എക്സസൈസ് 4.3 നോക്കുകയാണെങ്കിൽ യുവർ ക്വസ്റ്റ്യൻ നമ്പർ 4 ഓൺവേർഡ്സ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4 ഓൺവേർഡ്സ് ഫുള്ളി ഡിലീറ്റഡ് ആണ്. 4 to 11 ഫുള്ളി ഡിലീറ്റഡ് ആണ്. എക്സാമ്പിൾ 17 യു ക്യാൻ സ്കിപ്പ്. പിന്നെ എക്സസൈസ് 4.4 നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ദിസ് ആസ് ഡിലീറ്റഡ് 3, 4, 5. ഓക്കെ, ഇതൊക്കെ വേർഡ് പ്രോബ്ലം വിച്ച് ക്യാൻ റെഡ്യൂസ് ഇൻ ടു എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ആ ടോപ്പിക്സ് നിങ്ങൾക്ക് ഡിലീറ്റഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ലെസൺ നോക്കാം, അരിത്മെറ്റിക് പ്രോഗ്രഷൻസ്. അരിത്മെറ്റിക് പ്രോഗ്രഷൻസിലും നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേർഡ് പ്രോബ്ലംസ് ആണ് ഡിലീറ്റഡ് ആയിട്ട് ഉണ്ടാവുന്നത്. സോ ഇഫ് യു സീ യുവർ എക്സാമ്പിൾ 9 യു ക്യാൻ സ്കിപ്പ് ദാറ്റ് ബിക്കോസ് ഇറ്റ് ഈസ് എ വേർഡ് പ്രോബ്ലം ഹിയർ. ഓൾസോ യുവർ എക്സാമ്പിൾ 10 ഇസ് എ വേർഡ് പ്രോബ്ലം. ഇനി എക്സസൈസ് 5.2 നോക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ 19 and 20 ഇറ്റ് ഈസ് ഡിലീറ്റഡ്. അതേപോലെ നിങ്ങൾ എക്സാമ്പിൾ സം 16 അതും ഡിലീറ്റഡ് ആയിരിക്കും കേട്ടോ. ഇനി എക്സസൈസ് 5.3 15, 16, 17, 18 ഡിലീറ്റഡ് ആയിരിക്കും. പിന്നെ 19ഉം 20 ഇസ് ഓൾസോ ഡിലീറ്റഡ്. ഇനി അടുത്ത ചാപ്റ്റർ നോക്കാം, ട്രയാങ്കിൾസ്. ഈ ചാപ്റ്ററിൽ ഒരു ഡിലീഷനും ഇല്ല കേട്ടോ, നിങ്ങൾക്ക് ഇത് ഫുള്ളായിട്ട് പഠിക്കാനുണ്ട്. അടുത്തതാണ് കോർഡിനേറ്റ് ജോമെട്രി. കോർഡിനേറ്റ് ജോമെട്രിയിൽ വരുന്ന ടോപ്പിക്കാണ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. അതിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾസും സംസുമാണ് നിങ്ങൾക്ക് ഡിലീറ്റഡ് ആയിട്ടുള്ളത്. കോർഡിനേറ്റ് ജോമെട്രിയിൽ ഈ ടോപ്പിക്കിൽ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഇതിലാണ് നിങ്ങൾക്ക് ഡിലീഷൻ കാണുന്നത്. സോ യു ക്യാൻ സീ ദറ്റ് യുവർ എക്സാമ്പിൾ നമ്പർ 11 is deleted, example number 12 is deleted, example number 13 and 14 also deleted, example 15 also deleted, and children exercise 7.3 fully deleted. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം, ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി. വെരി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. ഇതിൽ നിന്ന് വന്ന് നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് ഓഫ് കോംപ്ലിമെൻ്ററി ആംഗിൾസിൻ്റെ ഒരു കോൺസെപ്റ്റ് പഠിക്കാനുണ്ട്, അത് ഡിലീറ്റഡ് ആണ്. സോ യുവർ എക്സാമ്പിൾസ് 9, 10 and 11 is deleted, and children your exercise 8.3 is also deleted. ബട്ട് ദെൻ ആ കോൺസെപ്റ്റ് ഒന്ന് പഠിച്ച് വെക്കുന്നത് നല്ലതാണ്, ബിക്കോസ് 8.4ൻ്റെ സംസിനൊക്കെ സോൾവ് ചെയ്യാൻ അത് യൂസ് ആവും. അത് എന്തിനാ ഡിലീറ്റ് ആക്കിയതെന്ന് മനസ്സിലാവില്ല, കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് തന്നെയാണ്. ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ ജസ്റ്റ് ഗോ ത്രൂ ദാറ്റ് ആൻഡ് യുവർ നെക്സ്റ്റ് എക്സസൈസ് വിൽ ബിക്കം എ ബിറ്റ് മോർ ഈസിയർ ഇഫ് യു നോ ദിസ് കോൺസെപ്റ്റ് ഓഫ് 8.3. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം, സം ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗ്നോമെട്രി. ഈ ചാപ്റ്ററിൽ ഒരു ഡിലീഷനുമില്ല. ലെറ്റ് us see the next chapter, that is circles. ഓക്കെ, സർക്കിൾസിലും ഒരു ഡിലീഷനും ഇല്ല. നെക്സ്റ്റ് ചാപ്റ്ററാണ് കൺസ്ട്രക്ഷൻസ്. ഇപ്പോൾ കൺസ്ട്രക്ഷൻസിൽ ഒരു ഡിലീഷൻ എന്താ പറയുന്നത് വെച്ചാൽ എക്സ്റ്റേർണൽ ഡിവിഷൻ ഓഫ് ലൈൻ സെഗ്മെൻറ്റ്, അത് ഡിലീറ്റഡ് ആണ്. അപ്പോൾ നമുക്കിത് ചാപ്റ്ററിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഈ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ചാപ്റ്റർ ഉണ്ട്, അതൊക്കെ ഇല്ലാത്തത് ഇതാണ് കൺസ്ട്രക്ട് സിമിലർ ട്രയാങ്കിൾ. അപ്പോൾ നിങ്ങൾ ഈ എക്സസൈസ് നോക്കുകയാണെങ്കിൽ എക്സസൈസ് 11.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. Remaining all questions from this exercise are deleted. Let us see the next lesson, that is areas related to circles. ഇതിൽ വരുന്ന പറഞ്ഞ എന്താ അറിയോ, നിങ്ങൾക്ക് ഏരിയ ഓഫ് എ സെഗ്മെൻറ്റ് ഡിലീറ്റഡ് ആണ്. അതേപോലെ ഇൻറ്റീരിയർ ആംഗിൾ വരുന്ന സെൻട്രൽ ആംഗിൾ വരുന്ന വാല്യൂ മേജർ ആംഗിൾസ് വരാണെങ്കിൽ ആ പോർഷൻ ഡിലീറ്റഡ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ സോ വി സീ ദാറ്റ് യുവർ എക്സാമ്പിൾ 3 is deleted. And from in this your example 7 is deleted. Okay, internal angle അതിൽ വരുന്നത് 120 ഡിഗ്രി ആയതുകൊണ്ട്
ആ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. സർഫേസ് ഏരിയാസ് ആൻഡ് വോള്യൂംസിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ചാപ്റ്റേഴ്സ് ഫുള്ളുണ്ട്. ലാസ്റ്റിൽ ഒരു ടോപ്പിക് വരുന്നുണ്ട്, ഫ്രസ്റ്റം ഓഫ് എ കോൺ. ആ ടോപ്പിക് കംപ്ലീറ്റ്ലി ഡിലീറ്റഡ് ആണ്. അപ്പോൾ ആ ഫ്രസ്റ്റം ഓഫ് എ കോൺ മാത്രം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ ബേസ്ഡ് ആയിട്ട് വരുന്ന നിങ്ങൾക്കൊരു എക്സാമ്പിൾ 12 ഉണ്ട്, അത് നിങ്ങൾ നോക്കണ്ട. അതേപോലെ ഒരു എക്സാമ്പിൾ 13 ഉണ്ട്, അതും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. എക്സാമ്പിൾ നമ്പർ 14 ഓൾസോ ഈസ് ഡിലീറ്റഡ്. പിന്നെ ഈ എക്സസൈസ് 13.4 ഈസ് ഫുള്ളി ഡിലീറ്റഡ്. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം, ദാറ്റ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ നിങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് ഡിവിയേഷൻ മെത്തേഡ് വരുന്നുണ്ട്, അത് ഡിലീറ്റഡ് ആണ്. പിന്നെ ഈ എക്സാമ്പിൾ നമ്പർ 9 അത് നിങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല, അതൊരു ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ദെൻ ചിൽഡ്രൻ യുവർ എക്സസൈസ് 14.4 ഈസ് കംപ്ലീറ്റ്ലി ഡിലീറ്റഡ്. നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററാണ് പ്രൊബാബിലിറ്റി. പ്രൊബാബിലിറ്റിയിൽ ഒരു ഡിലീഷനും ഇല്ല. So with this I think you have understood and you have taken the markings. ഇനി ഡിലീറ്റഡ് ആയിട്ട് പോർഷൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡിലീറ്റഡ് അല്ലാത്ത പോർഷൻസ് നല്ല കാര്യമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ എന്തായാലും നിങ്ങൾ MCQ ക്വസ്റ്റ്യൻസിന് മാത്സിന് വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പം 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കുമല്ലോ MCQ, ബട്ട് ദെൻ യു വിൽ ഹാവ് ടു സോൾവ് ദ ക്വസ്റ്റ്യൻസ്. അപ്പം കുറച്ച് സ്പീഡ് കൂട്ടാൻ നോക്കുക. ഓക്കെ, മാത്സിൻ്റെ സം സോൾവ് ചെയ്യുമ്പം സ്പീഡ് കൂട്ടാൻ നോക്കുക, നല്ല കോൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാവട്ടെ. കുറച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക് ടൈപ്പ് ക്വസ്റ്റ്യനും നോക്കുക. തിയറി റീഡ് ചെയ്യുക, ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തിയറി നല്ലോണം റീഡ് ചെയ്യുക. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ എക്സാമ്പിൾ സംസ് നല്ലോണം ഗോ ത്രൂ ചെയ്യുക. ഓക്കെ, അതൊക്കെ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഫസ്റ്റ് ടേം ബോർഡ് എക്സാമിൽ വരാൻ പോകുന്നത്. ആൻഡ് ഡു വെൽ ചിൽഡ്രൻ, ഓൾ ദി ബെസ്റ്റ്.